Good evening, everyone. I don't think you need an introduction for head events or that brokerage, but this is the first time I'm also hearing a company in USA starting a club in Malayali community. So welcome to Heads Club. I think it's better to invite the Heads company chairman, CEO, and all know Mr. Saji onto the stage for giving you more elaborated details about the company. But just before, I just want to let you know, all of you know that Head Events are doing a lot of marvelous programs, events, and then businesses here all over in the USA. So at present, during that pandemic time last year, you can see that one video is going on over here, like one live event happened in Kerala, and then we all enjoyed that big event that they have coordinated in Kerala. So at this moment, I don't want to spend more time on this. I would like to invite Mr. Saji onto the stage for giving more information. Thank you, Jimson. Jimson പറഞ്ഞത്രയൊന്നുമില്ല എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു. ഈ ഹെഡ്സ് ക്ലബിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇതെൻ്റെ മനസ്സിലൊരു 7 കൊല്ലം മുമ്പ് പോയൊരു സംഭവമാണ്. ആക്ച്വലി അങ്ങനെയാണ് ഞാൻ എൽ ക്ലബിൽ ജോയിൻ ചെയ്തത്. അവിടെ സ്പേസ് ഉണ്ട് തുടങ്ങാമെന്ന് വെച്ചത്. പക്ഷെ അത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയില്ലത്. അതുകൊണ്ട് അത് മാറി. പിന്നെ 2-3 വർഷം കഴിഞ്ഞു. ഇങ്ങനെ കഴിഞ്ഞിടയിൽ മനസ്സിൽ കൂടെ പോയപ്പോൾ വീണ്ടും വന്നു ഇതൊരെണ്ണം തുടങ്ങണമല്ലോ. അതായത് ഇത് തുടങ്ങാനുള്ള കാര്യം ഒന്ന് കഴിഞ്ഞ പോലെ എനിക്ക് കോവിഡ് വന്നു. ഐ തോട്ട് യു ഓൾ നോ ദാറ്റ് ടൈം ഫസ്റ്റ് കോവിഡ് എല്ലാവരും നമ്മളെ വിട്ടു പിരിഞ്ഞു പോകുന്ന സമയത്താണ് എനിക്കും വന്നത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു എന്തായിരിക്കും വരാൻ പോകുന്നത്. അന്നേരം 2-3 മാസം നമ്മളില്ലായിരുന്നപ്പം ഒരു കൂട്ടുകാരും ആരും നമ്മളെ കാണാൻ വരാൻ പറ്റത്തില്ല ഈ കോവിഡ് കാരണം. ഈ ഫ്രണ്ട്സ് എന്നുള്ളതെല്ലാം കഴിഞ്ഞ് 1.5 കൊല്ലമായിട്ട് എല്ലാവരുടെയും മാറിപ്പോയി. പള്ളികളിൽ അധികം ആരും പോകുന്നില്ല. പല ബന്ധങ്ങളെല്ലാവരും വിട്ടുപോയി. അന്ന് തൊട്ട് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി ഒരു സോഷ്യൽ ഗ്യാതറിങ്, ഒരു ക്ലബ്ബല്ല, ഇതാരും വേറെ ഒരു ടൈപ്പിലുള്ളതൊന്നുമല്ല, ഇതൊരു സോഷ്യൽ ഗ്യാതറിങ്. ഫാമിലി ഗ്യാതറിങ് ഒരു വർഷം 3 നാളെണ്ണം. അതുപോലെ സോഷ്യൽ നമ്മൾ വൺസ് എ മന്ത് എല്ലാവരും കാണുന്നു. ഇപ്പം ഇത്രയും പേര് ഇവിടെ എനിക്കൊന്നൊരു 40 ആൾക്കാർ കാണുമായിരിക്കും ഇവിടെ. ഈ 40 പേരുടെ ഫ്രണ്ട്ഷിപ്പ് എല്ലാ മാസം പോകാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ 40 പേര് ഒരാൾ വിളിച്ചാലെങ്കിൽ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. അത് ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് അത് വളരെ വിലയേറിയൊരു സംഭവമാണ്. പിന്നെ നമ്മൾ ഇപ്പം എല്ലാവരും വീടുകളിലാണ് കൂടുതലും കൂടുന്നത്. അസോസിയേഷന് ഒരു ഓണം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും. അല്ലെങ്കിൽ ഒരു ഈസ്റ്റർ, ഇങ്ങനെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഇത് എവരി മന്ത് നമ്മളിത് കൂടുന്നു. ആരൊക്കെ വരുന്നോ വന്നു പോകുന്നു, ഇങ്ങനെ പോകുന്നു. അതിനുവേണ്ടി മാത്രം ഞാൻ തുടങ്ങിയ. ഇതിൻ്റെ അത് വേറെ ഒരു അജണ്ട എനിക്കില്ല. ഇവിടെ വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, എൻജോയ് ചെയ്യുക, പോവുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക. ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് ഉണ്ട്. നിങ്ങളെല്ലാം ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, മോർഗേജ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നവരെല്ലാം ടൈക്കോൺസ്. ഇനി അത് ഇല്ല, 2 പേര് അവിടെ ഇരിപ്പുണ്ട്, നിതിൻ ആൻഡ് ടോമി. എല്ലാവരും ബിസിനസ്സുകാരാണ് അവിടുത്തെ. അപ്പോൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കെല്ലാം ഗുണമുള്ള കാര്യമാണ്. നമ്മൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. ഇനി എത്ര നാൾ നമ്മൾ ജീവിക്കുമെന്ന് അറിയത്തില്ല. എൻജോയ് യുവർ ലൈഫ്, ഹാപ്പി. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഹെഡ്സ് ക്ലബ് അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ മറ്റുള്ളവരെ പറ്റി ഒന്നും പറയുന്നില്ല. എൻജോയ് ഇന്ന് നൈറ്റ് എൻജോയ് ചെയ്യുവാണ്. അത്രയേ ഉള്ളൂ. ജെയിംസിന് ഞാൻ മൈക്ക് കൊടുക്കും. Thank you, Sajan. So I think it's appropriate to start with national anthem. So we are going to play the national anthem right now. എല്ലാവരും എഴുന്നേറ്റ് Bright stars through the
thank you, Chennai, for presenting all this stuff for us. And due to Hedge and organizations like this, we do a lot of community events and projects. So we cannot do this without you. So thank you very much. There are some prominent people here, and I'm not a businessman. I'm in the life of service. Service to a nation and our community. I've been an army guy for many years. Now I'm a police officer, and one of my colleagues is here, Milil Koshi. He's a Customs and Border Patrol officer. So we recently created an organization that puts all Malayali police officers. We are organized and we're in an association nationally. So we have about 150 police officers in the country. That's what we estimate. And in our group, we have about 120 to 130 of us in that group. The reason for forming such an association is, well, Malayalis are very successful people. They're most educated, most talented. They're the most earning potential in this country. But one thing we are lacking is a voice professionally to bring our next generation to the next level. So there are many people in this room that's making that happen right now. There's Ajit and Biju and other people here. And along with them and in partnership with them and in partnership with our communities, especially the business members, we need to get more people elected and we need to get more people into public service, which is in law enforcement, military, and other endeavors as well. And the reason for this is to help the next generation out to have a voice and to have a standing in our community. So just being successful by ourselves is not enough anymore. We have to be successful as a community. And how do we do that? Organizations like ours and community work like Hedge, community work that Hedge does. So looking for more collaboration with you guys, and thank you for the invitation. Usually police officers here don't get invited to events like this, so we really appreciate it. And look forward to meeting every one of you and collaborating with you in the future. Be safe. Ladies and gentlemen, I congratulate Heads to make all these events happen. Maybe 30-40 people gather here, maybe grow to 100, 150 or many more. Let us gang up in not in a wrong sense. Let us cooperate and do whatever possible for our community. And I again appreciate all those who came here and took time for their valuable time on Sunday. Thank you very much and have a wonderful evening. Take care. എല്ലാവർക്കും നമസ്കാരം. സൈചാൻ എല്ലാവരുടെയും വളരെ അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സൗഹൃദം, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ക്ലബ് എന്ന് പറയുന്നത്. അത് നമ്മൾ മറ്റെന്തിനേക്കാളും അതീതമായി അദ്ദേഹം സ്നേഹബന്ധത്തിന് കാണുന്ന ഒരു വാല്യൂ, അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഇങ്ങനൊരു ക്ലബിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ഓൾറെഡി നമ്മളോട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായ ഒരു സമയത്തൊരു ഏകാന്തതയുടെ അനുഭവം. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മയുടെ ഒരു ചൂട്, ഒരു സാന്ത്വനം അനുഭവപ്പെടാനുള്ള ഈ അവസരത്തിനെ തന്നതിന് സൈചായനോട് മിസ്റ്റർ ജേക്കബ് എബ്രഹാം, Hedge Events and also Hedge Group of Companies, അദ്ദേഹത്തിനുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇവിടെ ഇന്ന് ആദ്യം വന്ന് നമ്മളോട് സംസാരിച്ച മിസ്റ്റർ തോമസ് ജോയ് തമ്പാൻ. ഇതുപോലുള്ള സന്ദർഭങ്ങൾ നമ്മൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഐ ആം സീയിങ് എ ഗ്രേറ്റ് പേഴ്സൺ ഇൻ ഹിം. ഹി ഈസ് ഗോയിങ് ടു ബി, അദ്ദേഹത്തിനെ പോലെയുള്ള വ്യക്തികളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. He is a very eligible person to run for an office from our community. So അത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പറയുകയാണ്. കാരണം നമ്മൾക്ക് ഇതിൽ നിന്ന് ഒരു ഏകദേശം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും
leaders. He's a great leader, and I really want to request for support from everybody to have him coming into the office very soon, and all the best. So, thank you again for having me. Thank you. സജി, താങ്ക് യു. വിളിച്ചത് വളരെ സന്തോഷം അറിയിക്കുന്നു. വിജയിച്ചുള്ള പ്രിഫറൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഈ സജി ഈ കൺസെപ്റ്റിനോട് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഐഡിയ ആണ്. അപ്പം സജി ഹെഡ്ജിന് എല്ലാവിധമായ ആശംസകളും നേരുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. താങ്ക് യു. Saji, thank you for inviting all of us. But അജിത്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഓർപ്പ് വരുന്നു. സജി ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് 1995 ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ക്രിസ്മസ് കരോൾ ഇറങ്ങിയപ്പോൾ സജി അവിടെ ക്വീൻസ് വില്ലേജിൽ സജിയുടെ ബ്രദറിലൂടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് സജി ആദ്യമായിട്ട് എനിക്കൊരു ഗ്ലാസ്സിൽ ഒരു സ്മോൾ ക്രിസ്മസിന് പോയപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കമ്പനി കീപ്പ് ചെയ്യുന്നുണ്ട്. സജിയുടെ ക്ലബിന്റെ കാര്യം പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷേ എനിക്ക് സജിയെ കുറിച്ചൊരു കാര്യം പറയാനുള്ളത്, സജി ആപത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും സജി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സജിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്ഷിപ്പ്, ആത്മാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ ജോസ് എന്തോ ഉണ്ട് എന്നാ ഒരു വിളി എല്ലാ ദിവസവും എനിക്ക് വരുമായിരുന്നു. അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ഇന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. സജി, താങ്ക് യു സോ മച്ച്. എന്ത് ഭാവിയിലുള്ള എന്ത് പരിപാടിയായി കഴിയുന്നു എന്തെങ്കിലും always I am with you. You know that. Sometimes I can make it because of some other personal problem, but I am with you. So ഈ ഒരു ക്ലബ് ഉണ്ടാക്കിയത് നല്ലതാണ്. ഫ്രണ്ട്ഷിപ്പ് തീർച്ചയായിട്ടും അവസാനം നമ്മൾ ഫ്രണ്ട്സ് മാത്രമേ കൂടെ ഉണ്ടായിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എക്സാമ്പിൾ തലത്തപ്പാൻ്റെ കാര്യം പറഞ്ഞു. We are always with you. We need a young leadership. We need to get in, and we are lacking a lot. നമ്മുടെ ആ പൊളിറ്റിക്സിലും നമ്മുടെ ആ ഒരു ഫ്രണ്ടിലോട്ട് നമ്മൾ കയറി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് കയറി വരണം. We will support you just like we support Kevin, Ajit and Biju support them a lot. So we come together, we will support you always. Saji, എല്ലാ ഭാവവും വെച്ചിട്ടുണ്ട്. Thank you. സജിയോട് പ്രത്യേകം നന്ദി. ഞാൻ സജിയോടുള്ള പരിചയം എൻ്റെ ഫ്രണ്ട് ടോമി വഴിയാണ്. ആദ്യമായിട്ട് ഞാനൊരു മലയാളി പരിപാടി അമേരിക്കയിൽ വന്ന് കാണുന്ന സജിയുടെ ഒരു യേശുദാസിൻ്റെ ഷോ ആണ്. അങ്ങനെയാണ് സജിയോടുള്ള പരിചയം. ഇന്ന് ആക്ച്വലി ഞാൻ ഇന്ന് വൈകുന്നേരം ഫ്ലൈറ്റ് കയറേണ്ടതായിരുന്നു. ഇന്ന് മാറ്റി വെച്ച് നാളത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് മാറ്റി വെച്ച് എന്നോട് വരാനായിട്ട്. ജസ്റ്റ് ബിക്കോസ് സജി പറഞ്ഞ പോലെ സജിക്ക് ഹാർട്ട് അറ്റാക്ക് എന്തോ കോവിഡ് വന്ന് തലകറങ്ങിയപ്പോഴായത് തോന്നി എന്നെ കൊണ്ട് നീ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യണമെന്ന്. ബാക്കി എല്ലാവർക്കും അത് വരുന്നതിന് മുമ്പ് ഒരു ചാൻസ് തന്നിരിക്കുകയാണ് സജി. നിങ്ങളെല്ലാം താഴെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും. ആൻഡ് യു നോ because this is all that you have left. നിങ്ങൾക്ക് ഇതിനു വേണ്ടി പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. You have nothing you can take with you. The only thing you can leave behind is a name and some memories and things like that. അല്ലാതെ ഇവൻ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെ മക്കൾ എന്ന് പറയുന്ന പോലെ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ they have forgotten you. So when you are here, make friendships. എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാൻ കഴിവതും നോക്കുക. കാരണം എപ്പോഴാണ് താഴെ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. And he's given you that message. പുള്ളി താഴെ പോയി അപ്പോഴാണ് ഓർത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും താഴെ പോകുന്നതിന് മുമ്പ് ഇത് എല്ലാ മാസവും നടത്താനായിട്ടും ഞാൻ സജിയോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. ും
Last time നമ്മൾ ഇതിലും കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം I see 2 more new faces. That's good. നമ്മുടെ ഹെഡ്ജ് ഇവന്റ് ഇങ്ങനെ ഒരു ക്ലബിന്റെ ആശയം കൊണ്ടുവരികയും ഇങ്ങനെ ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ വീടുകളിൽ തന്നെ അടിഞ്ഞു കൂടാതെ പുറത്ത് വന്ന് നമ്മൾ മിങ്കിൾ ചെയ്ത് സോഷ്യലൈസ് ചെയ്ത് ഈ ഒരു ക്ലബ്ബ് വേറെ ഒരു ലെവലിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. So it's a high time we have something like this. ഹെഡ്ജ് സൈജാൻ ഇതിന് കാണിച്ച ആ ധൈര്യം അല്ലെങ്കിൽ ആ ആശയം വളരെ നല്ലൊരു ആശയമാണ്. ആക്ച്വലി പോക്കർ കളിക്കാം, ചീട്ട് കളിക്കാം, നല്ലൊരു എന്താ പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് ഒരു വൈബ് കൊണ്ടുവരുന്ന ഒരു ക്ലബ്ബാണ്. അപ്പൊ ഈ നമ്മൾ എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗ്യാദർ ഓൾ ദീസ് പീപ്പിൾ. എന്തുമാത്രം കമ്മ്യൂണിക്കേഷൻ. എനിക്കൊന്ന് പലതവണ സഹിച്ച മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ആരും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പ്ലീസ് RSVP. സോ നമ്മൾ വി ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് മോഡ്. നമ്മൾ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയാൽ ഉദാഹരണത്തിന് കല്യാണത്തിന് വിളിക്കുകയാണെങ്കിലും എക്സ്പെക്ട് യു ടു RSVP അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇവന്റ് നടക്കുമ്പോൾ നമ്മളും RSVP ചെയ്ത് പുള്ളിയെ പ്രോത്സാഹിപ്പിക്കണം. ഏകദേശം ഈ ക്ലബിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു 60-70 പീപ്പിളോളം ഉണ്ട്. More than 75 people ഉണ്ട്. So we should spread the word. We should get more people to come to participate in this. ഇങ്ങനത്തെ ഒരു നല്ല ഇവന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അത് കൂടാതെ ഇത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് ക്ലബും അല്ലാതെ നമ്മൾ ഇതിൽ വളർന്ന് we should get into charity also eventually. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ it's not a thing that Saichan will sponsor every event every month. നമ്മൾ വന്ന് പൊട്ടടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഡ്രിങ്ക് അടിച്ചിട്ട് പോവുക എന്നുള്ളതല്ല. ഞാൻ ഇതിപ്പോ Saichan നടന്ന ഈവന്റ് he has little bag out there with some envelopes. So those of you think you should donate, you should make sure on your way out give something, right? So you can have as much as drinks possible, as much of nice food Cotillion Thomas is offering us. Eat, have fun, entertain yourself, entertain others. സൈജൻ പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് 2000-ൽ തുടങ്ങിയതാണ് മൂവി പരിപാടി. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ബോംബെ തിയേറ്ററിൽ തുടങ്ങിയ പരിപാടിയാണ്. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. സുഭാഷ്, ജോസൻ, ഞങ്ങളെല്ലാവരും കൂടി പരിപാടിയാണ്. ഇവരെ പിന്നിട്ട് പോയി. പിന്നെ അവസാനം നമ്മുടെ തലയിലായെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴും അത് മുമ്പോട്ട് പോകുന്നു. ഇച്ചിരി പാടാണ്. പടങ്ങളൊന്നുമില്ല, എല്ലാം OTT റിലീസാണ്. എന്നാലും സൈജാനും ജോസനും അതെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ ഇതുപോലൊരു പരിപാടി തുടങ്ങിയതിന് വലിയ സന്തോഷമുണ്ട്. ഇവിടെ എല്ലാവരെയും ഇങ്ങനെ ഒന്നിച്ച് കാണാൻ പറ്റിയ വലിയ സന്തോഷം. ഓക്കെ, ഇത് വലിയൊരു വിജയമായി മാറട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം, എന്നെയും എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സജി ഞാൻ 2019 മുതൽ ഒരു കേരള സ്പൈക്കേഴ്സിന്റെ വോളിബോൾ പ്ലെയർ ആയിരുന്നു. ബോട്ട് ക്ലബിന്റെ 5 വർഷം പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അതെ, ഇവരുടെ പള്ളിയുടെ ടൂർണമെന്റ് റെഫറി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. പല രീതിയിലും എല്ലാവരും എന്നെ അറിയാം, എനിക്ക് എല്ലാവരെയും അറിയാം. ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരും എനിക്കറിയാം. സജി ഇങ്ങനെ ഒരു ക്ലബ്ബ്, നമ്മുടെ ഹെഡ് ഈവൻസ് ഇങ്ങനെ ഒരു ക്ലബ്ബ് സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ രീതിയിൽ എല്ലാവിധ സപ്പോർട്ടുകളും എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം. എൻ്റെ പേര് ഷെറീദാണ്.
And actually, Hedge Saichang Ulchapam, I'm very happy that we have this concept, and we should do good things. Biju Chaka I know Biju from years, and we should do some charity and things like that. I think this is a very good concept, and we should keep all these friends going. Thank you, and thank you very much. Thank you. ഹെഡ്സ് ക്ലബിൽ ഒരു ഭാഗ്യമുണ്ടായ സന്തോഷം. ഈ ക്ലബിനെ എല്ലാ ആശംസകളും നേർന്നു. മാസത്തിൽ 2 പ്രാവശ്യം കൂടാനുള്ള അവസരം ഉണ്ടാക്കി എന്നതിൽ സന്തോഷം സഹിച്ചാൽ ഈ ക്ലബിനെ എല്ലാ മക്കളും നേർന്നു. ഗുഡ് ലക്ക്. താങ്ക് യു. ഇന്നിവിടെ വന്നത് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നു. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ ഒരു കൂട്ടുകാര് വർഷങ്ങൾക്ക് മുമ്പ് വളരെ അടുത്ത കൂട്ടുകാരുണ്ടായിരുന്നു. അവരെല്ലാം കാണാൻ സാധിച്ചതിൽ ഒരിക്കലും ഞാൻ കരുതിയില്ല ഇതുപോലെ ഒരു കമ്പനി ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടായത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ റോയ് സാറ് നമ്മുടെ ഒരു ആത്മീയ ഗുരുനാഥനാണ് അദ്ദേഹം. എനിവേ സൈച്ചായനിവിടെ ചെയ്യുന്ന ഈ ഒരു മഹത് കർമ്മം, ഒരു കൺട്രി ക്ലബ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് ഒത്തിരി കൺട്രി ക്ലബ്ബുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം ഇവിടുത്തെ സിറ്റിസൺസ് എല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. അപ്പം നമ്മളുടെ സിറ്റിസൺസിനും അതായത് നമ്മൾ എന്ന് പറയുമ്പോൾ മലയാളികൾ എന്ന് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന കമ്മ്യൂണിറ്റി മലയാളികളാണ്. അത് നമ്മൾക്കും അർഹതപ്പെട്ടതും ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന കൺട്രി ക്ലബ്ബ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ആവിർഭാവമാണ് ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഇതിനി വലിയൊരു ബിജു ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു ഇതിലോട്ട് പോകട്ടെ. ബിജുവും ശരിയും ഒക്കെ പറഞ്ഞോണം ചാരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു അതർ സൈഡ് ആവട്ടെ. എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലുകൾ ഉണ്ടാവണം. ഞാൻ അമേരിക്കയിൽ വന്നിട്ട് ഇപ്പോൾ 30 വർഷമായി. അന്ന് മുതൽ എന്നും കൂടെയുള്ള എൻ്റെ ഒരു സഹോദരൻ സ്നേഹിതനാണ് സജി. സജിയുടെ എല്ലാ പരിപാടികൾക്കും അന്ന് മുതൽ ഞാനും കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഈ പരിപാടികൾ പോലും ഞങ്ങൾ ആസൂത്രണം ചെയ്തപ്പോൾ ഞാനും അതിനകത്ത് പങ്കാളിയായിരുന്നു. സജിയുടെ എല്ലാ പരിപാടികളും വൻ വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലൊരു ക്ലബ്ബ് നമ്മൾ മലയാളികൾക്ക് എവിടെയെങ്കിലും വേറെ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. വള്ളംകളിയൊക്കെ ഉണ്ടാവും, എന്നാൽ അതുപോലെ അല്ലല്ലോ ഇത്. അപ്പോൾ സജിക്ക് അതുപോലെ ഈ ക്ലബിന് എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ പേര് സാം. സജിയെ ഞാൻ PDD പഠിക്കുന്ന തൊട്ട് എനിക്കറിയാം. എൻ്റെ സീനിയറായിരുന്നു. ഞങ്ങൾ നടന്ന ഒരു ഏരിയ കൂടെ നടന്ന ഞങ്ങൾ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നോട്ട് പരിചയമുള്ള പിന്നെ സജിയുടെ സിസ്റ്റർ ജോ അവരെല്ലാം നല്ല പരിചയമാണ്. പിന്നെ സജി ഇങ്ങനൊരു സംരംഭം തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു ഞാൻ എന്നും വരും. എനിക്കെന്നും രാത്രി ജോലിയാണ്, സൺഡേ നൈറ്റ്. പക്ഷേ ഐ ഡോണ്ട് കെയർ, ഐ വിൽ കം. എൻജോയ് ചെയ്യുന്നു, സന്തോഷം. നമ്മുടെ ഹെഡ്ജ് ക്ലബ്ബ് മലയാളികൾ ഏവരും ആഗ്രഹിച്ചിരുന്ന ഒരു കൺട്രി ക്ലബിൻ്റെ പ്രതാപവും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണർവും എൻ്റർടൈൻമെൻറ്റും നൽകുന്ന ഈ ഹെഡ്ജ് ക്ലബ്ബ് എല്ലാ മലയാളികളും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് ശ്രീ സജി ജേക്കബ് എബ്രാഹിം ഹെഡ്ജ് ക്ലബ്ബ് ഇവിടെ ആരംഭിച്ചതിൻ്റെ
അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മ ഈ ക്ലബിൻ്റെ രണ്ടാമത്തെ ഒരുമിച്ച് കൂടലാണ്. ഇനി വരുന്നത് ഡിസംബർ 11-ാം തീയതി ഒരു ഫാമിലി നൈറ്റായിട്ട് ഇതിലെ അംഗങ്ങളും അതുപോലെ തന്നെ ഫാമിലികളും എല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു നല്ല ഒരു ആഘോഷവേളയായിരിക്കും. അതിലേക്ക് എല്ലാ നല്ല മലയാളി ഹെഡ്ജ് ക്ലബ്ബ് അംഗങ്ങളും പങ്കെടുക്കണമെന്നും നമ്മളുടെ പ്രിയപ്പെട്ട ഹെഡ്ജ് സജി അദ്ദേഹത്തിന് ഇതിന് പ്രോത്സാഹിപ്പിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലബിന് മുന്നോട്ട് വളരെയധികം ഭാവിയുണ്ട്. നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയി ഇത് പുനരാരംഭിച്ച് ഇതിൻ്റെ എല്ലാ അംഗങ്ങളും ഇതിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കണമെന്നും ഇതിനോടൊപ്പം നിന്ന് എൻ്റെ അഭ്യർത്ഥന. എല്ലാവിധത്തിലും ആശംസകൾ. സന്തോഷം. താങ്ക് യു. പിന്നെയും പിന്നെയും ആരോദിനാവൻ പൊൻവേടുന്ന മൺമണ്ഡലം പിന്നെയും പിന്നെയും ആരോദിനാവൻ പടികടന്നെത്തുന്ന പദനിസ്വരം പടികടന്നെത്തുന്ന പദനിസ്വരം മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി 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 മഞ്ഞളയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു നീ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി